ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, ഇന്നത്തെ എനർജീസ് എന്തൊക്കെയാണ്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണം, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയാം കേട്ടോ. നല്ല പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക കേട്ടോ. നല്ലതായിട്ടിരിക്കുക. ഇന്ന് പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുകയാണ്. സ്കൂളിൽ പോകുന്ന എല്ലാ കൊച്ചു കുഞ്ഞുങ്ങൾക്കും വലിയ കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കും അച്ഛന്മാർക്കും എല്ലാവർക്കും ആശംസകൾ കേട്ടോ. അപ്പോൾ നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് കിങ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ വളരെ കലുഷിതമായ സാഹചര്യങ്ങളിൽ നിന്നിട്ടും സ്നേഹം ഉള്ളിൽ വെച്ചിട്ട് ആ സ്നേഹത്തിനെ ഒരു പരുവത്തിനൊക്കെ പുറത്ത് കാണിക്കാനാണ് ഇന്നത്തെ ഒരു ശ്രമം. അപ്പോൾ ഇന്ന് വളരെയധികം സ്നേഹം മറ്റുള്ളവരോട് തോന്നാൻ സാധ്യതയുണ്ട്. ഇമോഷൻസിൻ്റെ പീക്കാണ് സ്നേഹം. എല്ലാവരോടും ഭയങ്കരമായ സ്നേഹം ഉണ്ടെന്ന് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഇരിക്കുന്ന സാഹചര്യം അത്ര സേഫ് അല്ല. ഇരിക്കുന്ന സാഹചര്യം ഭയങ്കര ഹെക്റ്റിക്കാണ്. ഭയങ്കര ഓവർലോഡ് കൊണ്ടോ അല്ലെങ്കിൽ ഭയങ്കര ഹെക്റ്റിക് വർക്കൊക്കെ ചെയ്തിട്ട് ഭയങ്കര മടുത്തിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരോട് ആ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. ഒരു ഇമോഷണൽ സന്തുലിതാവസ്ഥയിലൊക്കെ ഇരിക്കാൻ പറ്റും. സ്നേഹമാണ് എല്ലാവരോടും, പക്ഷെ അത് പ്രകടിപ്പിക്കുന്നൊന്നുമില്ല. സന്തുലിതമായിട്ടിരിക്കാനൊക്കെ പറ്റും എന്നാണ് കിങ് ഓഫ് കപ്സ് പറയുന്നത്. അപ്പോൾ പറ്റുന്നവരോടൊക്കെ സ്നേഹം പ്രകടിപ്പിക്കുക. സ്നേഹം ഉള്ളിൽ വെച്ചിട്ട് അതുകൊണ്ട് എനിക്ക് നിന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ ഇന്നേ ദിവസം സ്നേഹം പ്രകടിപ്പിക്കണം. സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കാനല്ല, പ്രകടിപ്പിക്കാനാണ് ഇന്നേ ദിവസം നോക്കേണ്ടത്. സെക്കൻഡ് വേൾഡ് കാർഡാണ്. വേൾഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സക്സസിൻ്റെയും കംപ്ലീഷൻ്റെയും കാർഡാണ് ഈ വേൾഡ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ മേജർ ആർക്കാനക്കാട്ടിലെ ലാസ്റ്റ് കാർഡാണ് വേൾഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വേൾഡ് എന്ന് പറയുമ്പോൾ ഒരു സൈക്കിൾ എൻഡാവുകയാണ്. അതുപോലെ ഇന്ന് നിങ്ങളൊരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിരിക്കും. നിങ്ങൾ എവിടെയാണോ ഉള്ളത്, ഇന്ന് ഒരുപാട് ആളുകളുള്ളൊരു ഗ്യാതറിങ്ങിൽ ചിലപ്പോൾ നിങ്ങൾ പോയി നിൽക്കുന്നുണ്ടായിരിക്കും. ഇതൊരു ഡാൻസിങ് ലേഡി കോൺസെപ്റ്റാണ്. നിങ്ങൾക്ക് ചുറ്റും പല എനർജിയിലുള്ള എനർജി വാമ്പയേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പല എനർജിയിൽ പല ചിന്താഗതിയിലുള്ള പല ആളുകളുടെ മുമ്പിലേക്കാണ് നിങ്ങൾ ഇന്നേ ദിവസം പോകുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനർജി എല്ലാം മറ്റുള്ളവർ സക്ക് ചെയ്തുകൊണ്ട് പോകും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഇങ്ങനെ അലക്കി പിഴിഞ്ഞ് അയയിലിടാവുന്ന പരുവത്തിനിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. നിങ്ങൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോവുക. പക്ഷേ നിങ്ങളുടെ എനർജിയെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ടെന്ന് അതാണ് വേൾഡ് കാർഡ് പറയുന്നത്. ഇന്നത്തെ ദിവസം വളരെ സക്സസ്ഫുൾ ആയിരിക്കും. വളരെ കംപ്ലീഷനുള്ളൊരു ദിവസമാണ്. നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ അതിൻ്റെ ഒരു കംപ്ലീഷൻ, ഒരു സൈക്കിൾ എൻഡാവുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്ത് സൈക്കിളിലായിരുന്നോ നിങ്ങൾ ഭയങ്കര ബ്രോക്കണായിട്ട് നിന്നത്, അത് ഇന്നേ ദിവസം അവസാനിക്കുകയും ഒരു പുതിയ സൈക്കിൾ ആരംഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു ലൈഫ് സൈക്കിൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. പേജ് ഓഫ് കപ്സ് നിങ്ങൾക്കൊരു ഓഫർ കിട്ടുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഓഫർ, ഒരു ജോബ് ഓഫർ ആയിരിക്കാം, ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആയിരിക്കാം, എന്തോ ഒരു ഓഫർ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതൊരു യങ്ങർ എനർജിയാണ്. ഒരു ചിലപ്പോൾ ലവ് ഓഫർ ആയിരിക്കാം. അങ്ങനെ ഒരു യങ്ങർ എനർജി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ഫ്ലർട്ട് എനർജിയാണ്. അതുകൊണ്ട് അതിനെ നിങ്ങൾ അധികം തലയിലെടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. അത് അത്ര മുഖവിലേക്ക് എടുക്കേണ്ടുന്ന ഒരു എനർജി അല്ല. അതൊരു കൗമാരക്കാരൻ്റെ ചാബല്യം എന്ന് മാത്രം വിചാരിക്കേണ്ടുന്ന ഒരു എനർജിയാണ്. ഇപ്പോൾ ഇത് ജോബ് ഓഫർ ആണെങ്കിൽ പോലും നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചതിന് ശേഷം മാത്രമേ അതിലേക്ക് എടുത്ത് ചാടാവുള്ളൂ. അതല്ല ഒരു മറ്റുള്ളവർ ഹെൽപ്പ് നീട്ടുവാണെങ്കിലും നിങ്ങളതിനകത്ത് എന്തിനാണ് അവർ വന്നത്, അവരുടെ ഉദ്ദേശശുദ്ധി നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ മറ്റുള്ളവർ തരുന്നൊരു ഹെൽപ്പ് പോലും ഇന്നത്തെ ദിവസം അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇതൊരു ചപല വികാരങ്ങളുടെയും ചപല മോഹങ്ങളുടെയും ഭാഗമായിട്ട് വരുന്ന ഒരാളാണ്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇതൊരു റിലേഷൻഷിപ്പ് ഓഫർ ആണെങ്കിൽ പോലും അത് വളരെ ആലോചിച്ചിട്ട് എടുത്തിട്ടുള്ള ഒരു തീരുമാനമല്ല. അതുകൊണ്ട് തന്നെ അതിൽ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓഫർ കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് ചിലപ്പോൾ നിങ്ങളത് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം ഈ ഓഫറായിട്ട് വരുന്നത്. എങ്കിൽ പോലും അതിലൊരു വലിയ പാഷനൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ നിങ്ങൾ അതിനെടുക്കാനായിട്ട് പാടുള്ളൂ. അതാണ് പേജ് ഓഫ് കപ്സ് പറയുന്നത്. ദെൻ 5 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ലോസ് ആണ്. ഇന്ന് നിങ്ങൾ കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. നിങ്ങളുടെ പണം നഷ്ടമായിക്കൊണ്ടിരിക്കും, നിങ്ങൾ അറിയത്തില്ല. അപ്പോൾ ആ ഫിനാൻഷ്യൽ ലോസ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ കൊച്ചു കൊച്ചു തുകയായിരിക്കും എങ്കിൽ പോലും വലിയ തുകകളിലേക്ക് അത് ലീഡ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളിന്ന് പൈസ ചിലവാക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ
ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ് ഫിസിക്കലി ബുദ്ധിമുട്ടുണ്ടാകുന്നതിൻ്റെ അതുപോലെ മാനസികമായിട്ട് സമ്മർദ്ദം ഉണ്ടാക്കുന്നതിൻ്റെയും കൂടെ കാർഡാണ്. അപ്പോൾ ഇവിടെ ഈ വേൾഡ് കാർഡും ഫൈവ് ഓഫ് പെൻറ്റക്കിൾസും ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളുടെ എനർജി, അവർ നിങ്ങളുടെ എനർജിയെ സക്ക് ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യാറില്ലേ? ചിലപ്പോൾ ചില ഗ്യാതറിങ്ങിലൊക്കെ പോയിട്ട് വരുമ്പോൾ പിന്നെ നമ്മൾ ഒന്നിനും കൊള്ളില്ല, നമ്മൾ വന്നാൽ പിന്നെ ഒന്ന് കിടക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ എനർജി ഫുള്ള് പോകും, നമുക്ക് പിന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും, അങ്ങനെ തോന്നാറില്ലേ? അത് നമ്മുടെ എനർജി മറ്റുള്ളവർ സക്ക് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു എനർജി ഉണ്ട്. അതുപോലെ ശാരീരികമായിട്ട് പോലും ബുദ്ധിമുട്ട് തോന്നും, കാലുവേദനയൊക്കെ തോന്നും, നടക്കാൻ പോലും പറ്റാത്ത വിധം നമുക്ക് ആ ഒരു ഭാഗം, ആ ഒരു പങ്കെടുക്കുന്ന പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റാത്ത വിധം നമ്മൾ ഫിസിക്കലി എയിൽമെൻറ്റിൽ പോകും. കാലുകൊണ്ടായിരിക്കാം, കാലുവേദനയായിരിക്കാം, കൈക്കും ഷോൾഡറിനും ഒക്കെ ആയിരിക്കാം, കഴുത്തിനായിരിക്കാം വേദന വരുന്നത് കൊണ്ട് നമുക്കതിലൊരു കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എന്തെങ്കിലും ഒരു അധിക്ഷേപമോ മറ്റുള്ളവരുടെ ഒരു ഇൻസൾട്ട് ചെയ്തിട്ടുള്ള വർത്തമാനമോ കേട്ട് മാനസികമായിട്ട് സമ്മർദ്ദപ്പെടുക, ടെൻഷൻ അടിച്ചിട്ട് അതിൽ നിന്ന് പിന്മാറി നിൽക്കുക, അങ്ങനെയൊക്കെയുള്ള എനർജിയാണ് ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ്. നഷ്ടബോധം കൂടിയാണ് കേട്ടോ. നഷ്ടബോധം എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ എയിൽമെൻ്റ് ഒക്കെ, ഫിനാൻഷ്യൽ ലോസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇതേ ആരുടെയൊക്കെയോ റിലേഷൻഷിപ്പ് പൂർണ്ണമായിട്ടും എൻഡപ്പായിട്ട് റിലേഷൻഷിപ്പിൽ നിന്ന് ആരും ഇറങ്ങിപ്പോകുന്ന പോലെ കാണുന്നുണ്ട്. ചിലർ റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വെച്ചിട്ട് ഇറങ്ങിപ്പോകുന്നത്, അതായത് ബ്രേക്കപ്പ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ചിലപ്പം ഹസ്ബൻഡ് ഓർ വൈഫ് രണ്ടുപേരും ഒരു വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി മറ്റൊരു വീട്ടിലേക്ക് താമസിക്കാൻ പോകുന്ന പോലെ കാണുന്നുണ്ട്. വാടക വീട്ടിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ഷിഫ്റ്റ് ചെയ്ത് വേറെ വീട്ടിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇതൊരു എന്താണെന്ന് പറയുമ്പോൾ വലിയ പ്രശ്നമൊക്കെ ഉണ്ടായി വഴക്കൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ആ പ്രശ്നത്തിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ആ പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഡൻസി ആയിരിക്കും അങ്ങോട്ട് ആർഗ്യുമെൻറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ചാൽ ആ പ്രശ്നത്തിൽ നിന്ന് ഇറങ്ങി മാറി നിൽക്കുക. നമ്മൾ പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി നിന്നിട്ട് നമ്മളതിനെ നിരീക്ഷിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ആ പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ നമ്മളതിൻ്റെ ഭാഗമായതുകൊണ്ട് നമുക്കത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നും. എന്നാൽ അതിൽ നിന്ന് മാറി നിന്ന് ചിന്തിക്കുമ്പോൾ ഇത് നിസ്സാര പ്രശ്നം ഇത്രയേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ ഭാഗമാകാതെ മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നിങ്ങൾ ഒറ്റപ്പെട്ടതുപോലെയും അല്ലെങ്കിൽ നിങ്ങളിട്ട എഫേർട്ടിന് വിലയില്ലാതാവുകയും നിങ്ങൾ മാറ്റി നിർത്തപ്പെട്ടതുപോലെയൊക്കെ ചിലപ്പോൾ തോന്നാൻ സാധ്യതയുണ്ട്. അതാണ് ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ് കേട്ടോ. സൂക്ഷിക്കണേ. ഹാങ്ഡ് മാനും പറയുന്നത് അത് തന്നെയാണ്. നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത വിധം നമ്മൾ സ്ട്രഗിൾഡ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട പോലെ ഇരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. ഇൻഡിസിഷൻ ആയിട്ട് ഇരിക്കേണ്ടി വരും എന്നുള്ളതാണ്. തീരുമാനം എടുക്കാൻ പറ്റാതെ ഇരിക്കേണ്ടി വരും എന്നുള്ളതാണ്. സറണ്ടർ ചെയ്യേണ്ടി വരും എന്നുള്ളതൊക്കെയാണ്. തലകറക്കം പോലുള്ള പ്രശ്നങ്ങളുണ്ടാവാം. തലകറക്കമോ അല്ലെങ്കിൽ ചിലപ്പം തലറിഞ്ഞ് വീഴുന്നതായിരിക്കാം, തലകറക്കമായിരിക്കാം കേട്ടോ. ഇത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ആളുകൾ ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്കൊരു റീയൂണിയനും അതേസമയം അവിടെ റീയൂണിയൻ ഉണ്ടാവുകയും അതേ സമയത്ത് വഴക്കുണ്ടാവുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വഴക്കുണ്ടാവുകയും അതിനോടൊപ്പം തന്നെ റീയൂണിയൻ ഉണ്ടാവുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. ആർഗ്യുമെൻറ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഈ ഫൈവ് ഓഫ് പെൻറ്റക്കിൾ ക്ലാരിറ്റി വന്നത് 6 ഓഫ് വാണ്ട്സും 5 ഓഫ് വാണ്ട്സും ആണ്. അപ്പോൾ ഇവിടെ വഴക്കുണ്ടാകുമ്പോൾ റീയൂണിയൻ ഉണ്ടാവുകയോ റീയൂണിയൻ ഉണ്ടായതിന് ശേഷം വഴക്കുണ്ടാവുകയോ ചെയ്യാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പേരിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്താണ് ഹാങ്ഡ് മാൻ വന്നേക്കുന്നത്? ടവർ. വഴക്കുണ്ടാകും കേട്ടോ. ഇന്നത്തെ ദിവസം വഴക്കുണ്ട്. ഏസ് ഓഫ് സോർട്സും ആർഗ്യുമെൻറ്റിൻ്റെ കാർഡാണ്. അപ്പം വഴക്കുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ നിൽക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ വർക്കൗട്ട് ചെയ്യുക, ബോയ്ക്കോട്ട് ചെയ്യുക എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ബോയ്ക്കോട്ട് ചെയ്യപ്പെടുക, ഖരാവോ ചെയ്യുക എന്നൊക്കെ പറയുന്ന പോലത്തെ ഉള്ള എനർജിയൊക്കെ കാണുന്നുണ്ട്. വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്, ആർഗ്യുമെൻറ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. മിണ്ടാതിരുന്നാൽ നമ്മുടെ മാനം കിടക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ മാനം കപ്പൽ കയറും. ഓക്കെ, നെക്സ്റ്റ് കാർഡ് 2 ഓഫ് വാണ്ട്സ് ആണ്. കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന എനർജിയാണ് ഇത്. ചിലപ്പോൾ നിങ്ങൾ ഒരാളുടെ കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, അവർ മൈൻഡ് ചെയ്യുന്നുണ്ടാവത്തില്ല. അല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റസ് അപ്ഡേഷന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, ഒന്നും ഉണ്ടാവുന്നില്ലായിരിക്കും. അല്ലെങ്കിൽ ലാസ്റ്റ് സീൻ നോക്കിയിരിക്കുന്നുണ്ടായിരിക്കും, അവിടെ അപ്ഡേഷൻ ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ നിങ്ങൾ ആരെയോ തേടിയിരിക്കുകയാണ്, ആരെയോ അവരുടെ വെയറബോട്ട്സ് നോക്കിയിരിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് അത് സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്യുന്നതായിരിക്കാം. സോഷ്യൽ മീഡിയ മീൻസ് മറ്റേ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ അവിടെ എവിടെയെങ്കിലും സെർച്ച് ചെയ്യുന്നതായിരിക്കും. അതും അല്ലെങ്കിൽ നിങ്ങൾ ഒരാളുടെ വെയറബോട്ട്സിന് വേണ്ടിയിട്ട് ഫേസ്ബുക്കിലോ ഒരു പേര് വെച്ചിട്ട് ആളെ സെർച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ അയാളുടെ ID വെച്ചിട്ട് അയാളെ സെർച്ച് ചെയ്ത് അയാളുടെ എല്ലാ സാധനങ്ങളും കണ്ടുപിടിക്കുന്നത്, അങ്ങനെയൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അതാണ് 2 ഓഫ് വാണ്ട്സ്. ഓക്കെ, ദെൻ
ഇത് നിങ്ങളൊരു പാഷനെ ചേസ് ചെയ്യുന്ന ആളുകളാണെങ്കിലേ അവിടെ ഒരു കൺഫ്യൂഷൻ കാണും. മുന്നോട്ട് പോകണോ വേണ്ടോ എന്നൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇന്നേ ദിവസം അത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ടാരോ ഒക്കെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ വേണോ വേണ്ടോ എന്നൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ പഠിക്കാം എന്നൊരു തീരുമാനം എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്നൊരു കാർഡാണ് 2 ഓഫ് വാൺസ്. മുന്നോട്ട് പോകാം എന്നൊരു തീരുമാനം ഫിക്സ് ചെയ്യുന്ന കാർഡാണ് 2 ഓഫ് വാൺസ് എന്ന് പറയുന്നത് കേട്ടോ. 2 ഓപ്ഷൻ ഉണ്ട്, അതിലേത് വേണം അല്ലെങ്കിൽ വേണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണെങ്കിൽ യെസ് എന്ന ഉത്തരവുമായി മുന്നോട്ട് പോകുന്ന കാർഡാണ് 2 ഓഫ് വാൺസ്. നൈറ്റ് ഓഫ് പെന്റക്കിൾസ് നമ്മൾ കാത്തിരുന്ന പണം, ഒരു കമ്മിറ്റ്മെൻറ്റ്, നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ വിശ്വാസം, അതൊക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. വിശ്വാസം ഇല്ലാത്തടങ്ങളിൽ വിശ്വാസം പുനഃസ്ഥാപിക്കപ്പെടുന്നത്, നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടുന്നത്, നഷ്ടപ്പെട്ടു പോയ വിലപിടിപ്പുള്ള സാധനങ്ങൾ തിരിച്ചു കിട്ടുന്നത്, അങ്ങനെയുള്ള എനർജിയാണ് നൈറ്റ് ഓഫ് പെന്റക്കിൾസ്. ഇത് പതുക്കെയാണ്, നിങ്ങൾ കാത്തിരുന്നതാണ്, നിങ്ങളുടെ തന്നെയാണ്, നിങ്ങൾ കാത്തിരുന്നതാണ്. അപ്പോൾ അത് പതുക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ള എനർജിയാണ് നൈറ്റ് ഓഫ് പെന്റക്കിൾസ്. അപ്പോൾ പണം ധാരാളമായിട്ട് വന്നു ചേരും. അത് നിങ്ങളുടെ തന്നെ പണമാണ്, നിങ്ങൾ കാത്തിരുന്ന പണമാണ്. അത് എന്തോ കാരണം കൊണ്ട് ഡിലേ ആയിപ്പോയി, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ ഡിലേ ആയി, ആ പണമൊന്ന് നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നാണ് നൈറ്റ് ഓഫ് പെന്റക്കിൾസ് പറയുന്നത്. ഓക്കെ, ദെൻ 6 ഓഫ് പെന്റക്കിൾസ്, വീണ്ടും ധാരാളം പണം വന്ന് ചേരുമെന്നുള്ളതാണ്. ഇത്രയും കാലം നിങ്ങൾ അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നെങ്കിൽ, നിങ്ങൾ ഗിവർ ആയിരുന്നുവെങ്കിൽ ഇന്ന് മുതൽ റിസീവർ ആയിരിക്കും. നിങ്ങൾക്ക് അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരുന്നവർക്ക് ഇന്ന് ഇങ്ങോട്ടും കിട്ടും. അതുപോലെ നിങ്ങൾ എന്നും ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾ അങ്ങോട്ടും കൊടുക്കും. അപ്പോൾ ഗിവ് ആൻഡ് ടേക്ക് ആണെന്ന് നമ്മൾ കുറച്ച് അങ്ങോട്ടും കൂടെ കൊടുക്കണം, മറ്റുള്ളവർക്കും കൂടെ അവർക്കും കൂടെ ജനറസ് ആയിട്ട് കൊടുക്കണം എന്നാണ്. നമ്മുടെ കൈ കഴിഞ്ഞ് നമ്മൾ മറ്റുള്ളവരെയും കൂടെ സഹായിക്കണം എന്നുള്ള കാർഡാണ് 6 ഓഫ് പെന്റക്കിൾസ്. അപ്പോൾ നമുക്ക് ധാരാളമായിട്ട് പണം വരും, നമുക്ക് ഇഷ്ടംപോലെ പണം കിട്ടും, നമുക്ക് നമ്മുടെ ആവശ്യത്തിൽ കൂടുതൽ പണം കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളവരെയും കൂടെ ഒന്ന് പരിഗണിക്കണം എന്നാണ് ഈ 6 ഓഫ് പെന്റക്കിൾസ് പറയുന്നത്. അതുപോലെ പണം നമ്മുടെ കയ്യിലേക്ക് ധാരാളം വരികയും വരുന്നതിനേക്കാൾ സ്പീഡിൽ പോവുകയും ചെയ്യും. പൈസ വരികയും വരുന്നതിൽ കൂടുതൽ, അല്ലെങ്കിൽ വരുന്നതിനൊപ്പം തന്നെ പൈസ പല രീതിയിൽ ചിലവഴിച്ച് പോവുകയും ചെയ്യുന്നതാണ് 6 ഓഫ് പെന്റക്കിൾസ്. ചിലപ്പം അവിടെ നിന്ന് വാങ്ങിച്ച് ഇവിടെ വെക്കാമെന്ന് പറയത്തില്ലേ, അവിടെ നിന്ന് കടം വാങ്ങിച്ച് കയ്യിൽ പിടിച്ചിട്ട് അത് അപ്പുറത്ത് കൊടുക്കുക, ആ എനർജിയാണ് 6 ഓഫ് പെന്റക്കിൾസ് കേട്ടോ. പിന്നെ എന്താ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അവർക്ക് അർഹതയുണ്ടോ അതൊക്കെ സ്വീകരിക്കാനെന്നുള്ളൊരു കാര്യം കൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. മറ്റുള്ളവർക്ക് അർഹതപ്പെട്ട ആളുകൾക്ക് വേണ്ടി തന്നെയാണോ നമ്മൾ ഈ പണമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഏസ് ഓഫ് വാൺസ്, ചില ആളുകൾക്ക് പുതിയ ജോലി കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്, പുതിയ പാഷനിലേക്ക് ചില ആളുകൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട്, കുറച്ച് പേർക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പുതിയ തുടക്കം, ഒരു പുതിയ കാര്യം പഠിക്കാൻ നിങ്ങളിന്ന് തീരുമാനിക്കുകയും അത് പഠിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന എനർജി ആയിരിക്കും ഈ പറഞ്ഞ ഏസ് ഓഫ് വാൺസ്. പുതിയൊരു കാര്യം പഠിക്കുക എന്നൊരു എനർജിയാണ് ഏസ് ഓഫ് വാൺസ്. പുതിയൊരു കാർമിക് സിറ്റുവേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതൊരു കാർമിക് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്ന് കാണുന്നുണ്ട്. പോകുന്ന വഴിക്ക് അതിനൊരുപാട് ഹഡിൽസിലൂടെയൊക്കെ പോകേണ്ടി വരും, എങ്കിൽ പോലും ഇന്ന് ഏറ്റവും നല്ല ദിവസമാണ്, അനുകൂലമായ സാഹചര്യമാണ്, ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള, ഏറ്റവും ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡ് അല്ലെങ്കിൽ ടൈമാണെന്ന് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയ സമയമാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇന്നൊരു നിങ്ങൾക്ക് നിങ്ങളുടെ പാഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുക, പുതിയൊരു പാഷനുമായി ബന്ധപ്പെട്ട ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തൊരു കാര്യം ചെയ്തു തുടങ്ങുക, അങ്ങനെയൊക്കെയുള്ള എനർജിയാണ് ഏസ് ഓഫ് വാൺസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് കാണുന്നത് 9 ഓഫ് കപ്സ് ആണ്. ഇത് നിങ്ങൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്തത് അതിൻ്റെ ഫലം ഇന്ന് അനുഭവിക്കാൻ പറ്റും. നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരു കാര്യം അച്ചീവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അതിൻ്റെ ഫ്രൂട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങളുടെ ഹാർഡ് വർക്ക് പേ ഓഫ് ചെയ്യുന്ന ദിവസമാണ്. അപ്പം നിങ്ങൾക്കത് കണ്ട് ആനന്ദിക്കാൻ പറ്റും. ഒരുപാട് പേര് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ വന്നിട്ട് തൊഴുക, അല്ലെങ്കിൽ നിങ്ങളോട് വളരെ നന്ദിയുണ്ട് എന്ന് പറയുക. അപ്പം അതായത് നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, നിങ്ങൾക്ക് അതിൻ്റെ റെക്കഗ്നേഷൻ കിട്ടും. അതാണ് ഈ 9 ഓഫ് കപ്സ്. അതിൻ്റെ സംതൃപ്തിയിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമെന്നാണ് 9 ഓഫ് കപ്സ് പറയുന്നത്. നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. 4 ഓഫ് സോർഡ്സ് ആണ് ബോട്ടം വരുന്നത്. അപ്പോൾ ഭയങ്കര ടയേർഡായിരിക്കും, റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് എടുക്കുന്നില്ലാത്തവരാണെങ്കിൽ നിങ്ങളിന്ന് തീർച്ചയായിട്ടും റെസ്റ്റ് എടുക്കണം. പിന്നെ കുറച്ച് പേർക്കൊക്കെ സർജറി ഒക്കെ ചെയ്യാനുള്ളവരാണെങ്കിൽ സർജറി ഇന്ന് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും റെസ്റ്റ് എടുക്കണം. നിങ്ങൾക്ക് കുറച്ച് പേർക്ക് റെസ്റ്റ് എടുക്കേണ്ടുന്ന സമയമാണിപ്പോൾ. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ബോഡീനെ ശ്രദ്ധിക്കുകയും സെൽഫ് ലവ് ചെയ്യുകയും നിങ്ങൾക്ക് വേണ്ടുന്ന റെസ്റ്റ് കൊടുക്കുകയും ചെയ്യണം. പിന്നെ ഈ 4 ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ വീഴ്ച പറ്റിയിട്ട് റെസ്റ്റ് എടുക്കുന്ന ആളുകൾ, സർജറി കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ പൂർണ്ണമായിട്ടും റെസ്റ്റ് എടുക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ മരണം കേൾക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ബെഡ് റിട്ടൺ ആയിട്ടുള്ള ആളുകളെ കാണാൻ പോവുക, അങ്ങനെയൊക്കെ ഉള്ളൊരു എനർജിയും കൂടിയാണ്. അപ്പോൾ മറ്റുള്ള ആളുകളോടും കൂടി ഒരു കമ്പാഷനേറ്റ് ആയിട്ടുന്ന ദിവസം പെരുമാറണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കേട്ടോ. എന്താണ് ഇന്നത്തെ ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം. എന്താണ് ഏഞ്ചൽസ് ഇന്ന് തരുന്ന ഗൈഡൻസ്, എന്താണെന്ന് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്, എന്താണ് ഇന്നത്തെ ദിവസം ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്, എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്.
ഫസ്റ്റ് വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് ആണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം എന്ന് നടക്കും എന്ന് കാത്തിരിക്കുകയാണെങ്കിൽ വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് ആണ്, ഒരു കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ അത് നടക്കും. ഓപ്പർച്യൂണിറ്റി ആണെന്ന് നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടും. നിങ്ങൾ എന്ത് അവസരത്തിന് വേണ്ടിയിട്ടാണോ വെയിറ്റ് ചെയ്യുന്നത് ആ അവസരം നിങ്ങൾക്ക് ഇന്ന് കിട്ടും. അതിനെ മേക്ക് യൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ലാസ്റ്റ് കാർഡ് ഇഫ് യു ബിലീവ്. നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വിശ്വസിക്കുന്ന കാര്യം പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ചെയ്ത് വിശ്വസിക്കുകയാണെങ്കിൽ അത് ഇന്നേ ദിവസം നടക്കും എന്നാണ് കാണുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് നോട്ട് ദ റൈറ്റ് ടൈം ആണ്. എന്തെങ്കിലും പുതിയൊരു കാര്യം ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നോട്ട് ദ റൈറ്റ് ടൈം ആണ് കേട്ടോ. അത് ഫോർ ഓഫ് സോർഡിനകത്തും അതാണ് പറയുന്നത്, ഇന്നത്ര നല്ല സമയമല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ്. എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് കൊണ്ട് നോക്കാം. എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്? എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്? 2 കാർഡ് കഴിഞ്ഞു. ഒന്ന് സോൾമേറ്റ് ആണ്, ഒന്നും പറയണ്ട. നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളെ ഈ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണ് കേട്ടോ. ഇലവിനെ വിശ്വസിക്കരുത്. ഈ എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, അതിനകത്ത് കുറേ കാർമിക് സിറ്റുവേഷൻസ് കാണും ഈ സോൾമേറ്റുകൾ വന്നാൽ. അപ്പോൾ ആ കാർമിക് സിറ്റുവേഷൻസ് വന്നൊരു നല്ല പെയിൻ തന്നിട്ട് പോകും. അപ്പോൾ നമ്മൾ എങ്ങനെയും വല്ലച്ചാതെ ഒന്ന് എണീറ്റ് നിൽക്കുമ്പോഴത്തേക്ക് ലവന്മാർ വീണ്ടും വരും, അല്ലെങ്കിൽ ലവളന്മാർ വീണ്ടും വരും. അപ്പോൾ വീണ്ടും നമ്മൾ ഇവരെ ഓർത്ത് വേദനിച്ച് ഒന്ന് സെറ്റിലായി വരുമ്പോഴത്തേക്കും വീണ്ടും വരും. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് വീണ്ടും പോകും. അപ്പോൾ ഇവരുടെ ഒരു പ്രസൻസ് എപ്പോഴും ലൈഫിൽ ഓൾ ത്രൂ ദ ലൈഫ് ഉണ്ടാവും. ഇനി ഇവരില്ലെങ്കിൽ ഇല്ലാത്തതിൻ്റെ ഇവരുടെ പ്രസൻസും ആബ്സെൻസും കൂടെ ഉണ്ടെങ്കിൽ ഉള്ളതിൻ്റെ പ്രശ്നവും ഇല്ലെങ്കിൽ ഇല്ലാത്തതിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും ഇവരുടെ വരവ്. ഓക്കെ, ദെൻ ട്രസ്റ്റാണ്. ദി സിറ്റുവേഷൻ ഈസ് കോളിംഗ് ഫോർ യു ടു ഹാവ് ഫെയ്ത്ത്. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട വിശ്വാസമൊക്കെ തിരിച്ചു പിടിക്കാനുള്ള ഒരു സമയം കൂടിയാണിതെന്നൊക്കെയാണ് പറയുന്നത്. ചിലരുടെ റിലേഷൻഷിപ്പ് വെഡ്ഡിങ്ങിലേക്കൊക്കെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല കാർഡ്സൊക്കെയാണ് വന്നിട്ടുള്ളത്. ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക. നമ്മൾ എത്ര കൂടുതൽ പോസിറ്റീവ് ആയിട്ടിരിക്കുന്നോ അത്രയും നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കും. എത്ര കൂടുതൽ നമ്മളൊരു നല്ല കാര്യം സംഭവിക്കുമെന്ന് വിചാരിക്കുന്ന അത്ര കൂടുതൽ നടക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പം പൗലോ കൊയ്ലോ പറഞ്ഞ പോലെ നിങ്ങളൊരു കാര്യത്തിൽ ഒരുപാട് അതിതീവ്രമായി ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ ആ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഗൂഢാലോചന ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അത്രയും ആ ഒരു പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക. നമ്മൾ എത്രത്തോളം ട്രസ്റ്റ് ചെയ്യുന്ന അത്രത്തോളം സാധിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. നല്ലൊരു കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ലൊരു വർഷം ആശംസിക്കുന്നു. അമ്മമാർക്കും അച്ഛന്മാർക്കും അതുപോലെ തന്നെ നല്ലൊരു വർഷം ആശംസിക്കുന്നു. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.